ഫ്രണ്ട്സ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ നാവിക്, ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ യാന്ത്രിക് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല സാലറി, ഒട്ടനവധി അലവൻസ് ഒക്കെ ഉള്ള പോസ്റ്റാണ്. പിന്നെ പ്രൊമോഷൻ സാധ്യതയുണ്ട്. ഇത് പ്രധാന അധികാരി വരെ ആകാം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരും. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് 60.3 ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 1 ലാഖിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണിത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. നാവിക്, ജനറൽ ഡ്യൂട്ടി, അതുപോലെ യാന്ത്രിക് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് CGPT എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് വർഷത്തിൽ 2 നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതിപ്പം വന്നിരിക്കുന്നത് 2025 ബാച്ചിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന കോസ്റ്റ് ഗാർഡ് എൻറോൾഡ് പേഴ്സണൽ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഒരു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതിനടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. ഇപ്പോൾ 2025 ബാച്ചിലേക്കാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നിശ്ചിതമായിട്ടുള്ള ഒഴിവുകളുണ്ട്. നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ നിശ്ചിതമായിട്ടുള്ള ഒഴിവുകളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂൺ 13 മുതൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ജൂലൈ 3 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇതിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആദ്യം തന്നെ പറയാം. നാവിക്, ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. +2 നമ്മൾ വെറുതെ ഏതെങ്കിലും സ്ട്രീം പറ്റില്ല, സയൻസ് എടുത്ത് പഠിച്ചിരിക്കണം. അതായത് മാത്സും ഫിസിക്സും നമ്മൾ എന്ത് ചെയ്യണം, +2 ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ മാത്സും ഫിസിക്സും അതായത് +2 സയൻസ് എടുത്ത് പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ ക്വാളിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ നല്ലൊരു എൻട്രിയാണ്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ. അതോടൊപ്പം യാന്ത്രിക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് എന്താണ് ഡിപ്ലോമയാണ് പറയുന്നത്. അത് 3 ഇയർ ഡ്യൂറേഷനുള്ള അല്ലെങ്കിൽ 4 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ ഡ്യൂറേഷനിൽ ഡിപ്ലോമ ഉണ്ടാതെ. അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് പവർ സിസ്റ്റം, അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓരോന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഡിപ്ലോമ നിങ്ങൾ കഴിഞ്ഞാൽ മതി. മെക്കാനിക്കലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞാൽ മതി. ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ കഴിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ പഠിച്ച ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് +2 കഴിഞ്ഞ് 10ാം ക്ലാസ്സും +2 കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ലാറ്ററലിലൂടെ കയറിയവരുണ്ടാവല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന സെയിം ഡിസിപ്ലിൻ തന്നെ കേട്ടോ. ഇതിൽ ഏതെങ്കിലും കഴിഞ്ഞാൽ മതി. ലാറ്ററലിലൂടെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അവർ ഒന്നെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം എന്നുള്ള ഡ്യൂറേഷനിൽ പഠിച്ചവരായിരിക്കണം. അതായത് 3 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ അവർ 2 വർഷം പഠിച്ചാൽ മതി. ദെൻ 4 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 3 വർഷം അവർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പഠിച്ചവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇനി ഏജ് ലിമിറ്റ് ആണ്. മിനിമം ഏജ് 18, മാക്സിമം 22 ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. എന്നാൽ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏജിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഏജ് കാൽക്കുലേറ്റർ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഏജ് കാൽക്കുലേറ്റർ, ഈസി ടൂൾസിൽ ഏജ് കാൽക്കുലേറ്റർ ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏജ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ വാക്കൻസി നിങ്ങൾക്ക് എന്താണ് ഓരോ സോൺ വൈസ് വാക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീജിയനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോർത്ത്, വെസ്റ്റ്. അപ്പോൾ നമ്മുടെ കേരളമൊക്കെ വെസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. 66 വാക്കൻസിയാണ്. ടോട്ടൽ വാക്കൻസി 260 വാക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നാവികാണ്. യാന്ത്രിക് ആണെങ്കിൽ നമുക്ക് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓരോന്നിൻ്റെ ഇവിടെ കൊടുക്കുന്നത് 33, 18, 9 ഇങ്ങനെയാണ് വാക്കൻസി വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ SC/ST, OBC റിസർവ്ഡ് വാക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മുടെ കേരള വന്നിരിക്കുന്ന സ്റ്റേറ്റ് വന്നിരിക്കുന്ന വെസ്റ്റേൺ പാർട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും നിശ്ചിതമായിട്ടുള്ള ഒരു ഒഴിവുകളുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് 4 സ്റ്റേജാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്ലേറ്റ് ഒക്കെ പിടിച്ച് അതിൽ നമ്മളെ പേര്, ഡേറ്റ് ഒക്കെ ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോട്ടോ എടുത്തിട്ടാണ് അയച്ചത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ലൈവ് ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ലൈവ് ഇമേജ് നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ അല്ലെങ്കിൽ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് നമ്മൾ ലൈവായിട്ട് ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഈ ഒരു ഫോട്ടോ കൂടാതെ എക്സ്ട്രാ നമ്മൾ ലൈവ് ക്യാപ്ചറും പാടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്നും പാടെ വിശദമാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സിഗ്നേച്ചർ, മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അതെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റേജ് 1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൻ്റെ സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം നമുക്ക് 5 സെക്ഷനാണ് വരുന്നത്. സെക്ഷൻ 1, 2 ആണ് ഈ പറയുന്നത്. സെക്ഷൻ 1ഉം 2 ആണ് നാവിക് ജനറൽ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ സെക്ഷൻ 1ഉം 2 ആണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ മാക്സിമം മാർക്ക് 60 മാർക്കാണ് ഉണ്ടായിരിക്കുക.
അപ്പം ഈ പറയുന്ന സെക്ഷൻ 2 ആണെങ്കിൽ 50 മാർക്ക്. അപ്പം ഈ പറയുന്ന സെക്ഷൻ 1 മാത്സ് 20, സയൻസ് 10, ഇംഗ്ലീഷ് 15, റീസണിങ് 10, GK 5. ഈ സെക്ഷൻ 1 എല്ലാ പോസ്റ്റിനും ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 വരുന്നത് പിന്നെ ഈ നാവിക് GD അതുകൊണ്ടാണ്. അപ്പോൾ സെക്ഷൻ 1ഉം 2 ആണ് നാവിക് GD. സെക്ഷൻ 2 വരുന്നത് 50 മാർക്കിനാണ്. അതിൽ മാത്സ് 25, ഫിസിക്സ് 25 ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടെ യാന്ത്രിക ഇലക്ട്രിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ആ സെക്ഷൻ 1ഉം 3 ആണ് വരുന്നത്. ആ സെക്ഷൻ 1ഉം ഉണ്ടായിരിക്കും, പിന്നെ 3 ആണ് ഉണ്ടായിരിക്കുക. സെക്ഷൻ 3 50 മാർക്കിനാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ടുള്ള 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോന്നും. ഇനി യാന്ത്രിക ഇലക്ട്രോണിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 1ഉം 4 ആണ് വരിക. ഈ 1 എല്ലാത്തിനും ഉണ്ടാവും, പിന്നെ 4. പിന്നെ മറ്റേത് മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് 1ഉം 5 ആണ്. ഓക്കെ, ഈ 5 ഉണ്ടാവും, പിന്നെ ഈ 1 ഉണ്ടാവും. ഓക്കെ, ഇതാണ് എക്സാമിൻ്റെ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. ഇനി സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ചെയ്യപ്പെടും. അങ്ങനെ ഷോർട്ട് ചെയ്യപ്പെട്ടാൽ സ്റ്റേജ് 2 ഉണ്ടാവും. സ്റ്റേജ് 2ൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് 1 മുതൽ 2 ദിവസം വരെയൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ സെലക്ഷൻ ആ ഒരു ടൈം വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏതൊക്കെയാണ് സ്റ്റേജ് 2 വരുന്നത് വെച്ചാൽ അസസ്മെൻറ്റ് ആൻഡ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ദെൻ 20 സ്ക്വാട്ടപ്പ് ഉണ്ടാവും, അതുപോലെ 10 പുഷപ്പ് ഉണ്ടാവും. അത് നമ്മൾ ബ്രേക്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ബ്രേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരിക്കുക. പിന്നെ ഇതിൻ്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നാവിക് ജനറൽ ഡ്യൂട്ടി, അല്ലെങ്കിൽ യാന്ത്രിക, അല്ലെങ്കിൽ എന്താണ് ഈ യാന്ത്രിക ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ്, ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാസ്പോർട്ട് കളർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യണം. ആ ഫോട്ടോഗ്രാഫ് വെറുതെ അപ്ലോഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ഹോൾഡിംഗ് ബ്ലാക്ക് സ്ലീറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ചെസ്റ്റ്. നിങ്ങൾക്ക് കൂടെ കാണാം വിത്ത് നെയിം ആൻഡ് ഡേറ്റ് ഫോട്ടോഗ്രാഫ് ടേക്ക് എന്ന് കാണാം. നമ്മളൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ബ്ലാക്ക് സ്ലേറ്റ് വാങ്ങുക. എന്നിട്ട് അതിൽ നമ്മുടെ പേരും അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് പേര് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വൈറ്റ് ചോക്ക് കൊണ്ട് നമ്മൾ ആ ബ്ലാക്ക് സ്ലേറ്റിൽ ഓക്കെ നമ്മുടെ ഫോട്ടോ ആണെന്ന് സങ്കല്പിക്കുക. ഇവിടെ നമ്മളൊരു ബ്ലാക്ക് സ്ലേറ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ലെവലിൽ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെക്കുക നിങ്ങൾ. ഓക്കെ, അത് വൈറ്റ് ചോക്കോണ്ടായിരിക്കണം, ബ്ലാക്ക് സ്ലേറ്റ് ആയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അടിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോട്ടോ എടുത്ത ഡേറ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 14/6/2024 ഫോട്ടോ എടുത്ത ഡേറ്റ് നിങ്ങൾ എഴുതണം. ഇങ്ങനെ ആയിരിക്കണം നമ്മളൊരു പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ്. ഇത് സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ചെയ്തു തരും. ഓക്കെ, അവിടെ സ്ലേറ്റ് ഉണ്ടാവും എന്നറിയില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ടി വരും. എന്നിട്ട് ചോക്കും വാങ്ങിയിട്ട് പോകേണ്ടി വരും. അപ്പോൾ അത് അന്വേഷിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോ ആയിരിക്കണം. അല്ല സാധാ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല, ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കളർ ആയിരിക്കണം. വൈറ്റ് ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ലൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആയാലും കുഴപ്പമില്ല. അത് കൂടാതെ നമ്മൾ പ്ലസ് അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു എക്സ്ട്രാ ലൈവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ എടുക്കണം. അത് നമ്മുടെ ക്യാമറ യൂസ് ചെയ്ത്, ഫോൺ ക്യാമറ ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് കമ്പ്യൂട്ടറിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു ക്യാമറ ഉണ്ടാവുമല്ലോ, ആ ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഒരു ഫോട്ടോ എടുക്കണം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നോക്കി വളരെ വൃത്തിയുള്ളൊരു ഫോട്ടോ എടുക്കണം. അതിനുശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഐഡൻറ്റിറ്റി പ്രൂഫ് ആധാർ കാർഡോ പാൻ കാർഡോ വോട്ടർ ഐഡിയോ ഡ്രൈവിംഗ് ലൈസൻസ് ഏതെങ്കിലും ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. കാരണം ഇത് സോണൽ വൈസ് ആയിട്ടുള്ള വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമുക്ക് അക്ഷയ വഴിയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അത് ഇന്ന പർപ്പസിനെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് ഒരിക്കലും പറ്റില്ല കേട്ടോ. ഡൊമസൈൽ സർട്ടിഫിക്കറ്റിന് പകരം റെസിഡൻറ്റ് വെക്കാൻ പറ്റില്ല. ഡൊമസൈൽ തന്നെ വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി റെസിഡൻറ്റ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവും, പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓൺലൈൻ അപേക്ഷയുടെ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ആയാൽ, അതായത് റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞ് സ്റ്റേജ് 2ലേക്ക് നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. ആ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി എക്സാമിനേഷൻ ഫീ ഉണ്ട്, 300 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യാതൊരുവിധ ഫീസും വേണ്ട, ഫ്രീ ആയിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കൂടെ പറയുന്നുണ്ട്. കൂടെ നാവിക് ജനറൽ ഡ്യൂട്ടി അതുപോലെ യാന്ത്രിക ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റേജ് 1 എന്ന് പറയുന്ന ആ ഒരു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ഡേറ്റ് ഒക്കെ ആയിട്ടാണ് നിങ്ങൾ അത് കണക്കാക്കേണ്ടത്. അത് സെപ്റ്റംബർ 2024 മിഡിലോ അല്ലെങ്കിൽ എൻഡിലോ ഒക്കെ ആയിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു എക്സാം കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കോൾ ലെറ്റർ ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ആ സമയം വരുന്നത്. സ്റ്റേജ് 2 ആണെങ്കിൽ നിങ്ങൾക്ക് നവംബർ 2024 മിഡിൽ അല്ലെങ്കിൽ എൻഡിലൊക്കെ ആയിരിക്കും. സ്റ്റേജ് 3 എന്ന് പറയുന്നത് ഏർലി മിഡിൽ ഏപ്രിൽ 2025 എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതായിരിക്കും ഏകദേശം ഡേറ്റുകൾ കേട്ടോ. ഇതിൻ്റെ ആ ഡേറ്റിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനടുത്ത മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് നിശ്ചിതമുള്ള ഹൈറ്റ് ഒക്കെ വേണം. അതിലേക്ക് 150 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് വേണം.
ലക്ഷദ്വീപിലൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്താൽ മതി, അവർക്ക് 2 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് 155 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ ലക്ഷദ്വീപിലുള്ളവർക്ക്. ഇനി അതല്ല പറയുന്ന ആസാം, നാഗാലാൻഡ്, മിസോറാം ഇങ്ങനെയുള്ള ഈ അരുണാചൽ പ്രദേശിലൊക്കെ ഉള്ളവർക്ക് എന്താണ് 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 152 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ചെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നിശ്ചയമുള്ള ഒരു ചെസ്റ്റ് ഉണ്ടായിരിക്കണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം, വെയിറ്റ് ഒക്കെ നിശ്ചിത ഹൈറ്റിനും ഇതിനൊക്കെ അനുസരിച്ചായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന നാവിക അതുപോലെ യാന്ത്രികത്തിൻ്റെ ട്രെയിനിങ് നടക്കുന്നത് ഏപ്രിൽ 2025 ഏർലി ഒരു മിഡിലായിരിക്കും. അത് INS ചിൽക്കയിൽ വെച്ചായിരിക്കും നടക്കുക എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഓക്കെ, ട്രെയിനിങ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നാവിക് ജനറൽ ഡ്യൂട്ടി ആണെങ്കിൽ 21,700 ആണെങ്കിൽ ഇതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. പിന്നെ ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എക്സ്ട്രാ. പിന്നെ അതുപോലെ യാന്ത്രിക ആണെങ്കിൽ 29,200 അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രധാന അധികാരി അല്ലെങ്കിൽ പ്രധാന സഹായക എഞ്ചിനീയർ വരെ ആകാം എന്നുള്ളതാണ്. അതിൻ്റെ പേ ലെവൽ 8 വരെ എത്താമെന്നുള്ളതാണ്. 47,600 അതിൻ്റെ സ്കെയിൽ വരുന്നത് കേട്ടോ, പേ സ്കെയിൽ. പിന്നെ നിങ്ങൾക്ക് അതർ ബെനിഫിറ്റ്സ് ഇവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോസ്റ്റ് ഗാർഡ് നാവിക് എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതിലേക്ക് വരും. ഈ വെബ്സൈറ്റിലേക്ക് വരും. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ വെബ്സൈറ്റാണ്. ഇമ്പോർട്ടൻസ് ലിങ്ക് കൂടെ കാണാം, നോട്ടിഫിക്കേഷൻ കൊടുത്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ ചെയ്യാമെന്നുള്ള ബട്ടൺ കൂടെ കാണാം. ക്ലിക്ക് ചെയ്യുന്നു കൊടുക്കുക. നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു ലോഗിൻ പേജാണ് വരിക. ഇവിടെ ഓൾറെഡി നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള പേജാണ്. നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ കാണാം. ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പേര്, ദെൻ നമ്മുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, നമ്മുടെ നാഷണാലിറ്റി, മെയിൽ ഓർ ഫീമെയിൽ എന്നൊക്കെ നിങ്ങളിതൊക്കെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരോ സ്റ്റേജ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റ് ചെയ്യണം. ഒരുപാട് കമൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് പേര് ആവശ്യപ്പെടുകയാണെങ്കിൽ ചെയ്യാം. കാരണം നമ്മൾ കുറച്ച് പേർക്ക് ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾ കുറേ ആളുകൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ഓൺലൈൻ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.